മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിക്കാൻ വന്ന യോഹന്നാൻ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടും. 21-ാം നൂറ്റാണ്ടിൽ തെരുക്കോണുകളിൽ, കവലകളിൽ, കൺവെൻഷൻ വേദികളിൽ സുവിശേഷ പ്രഭാഷണം നടക്കുന്ന എല്ലായിടത്തും ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നത് പതിവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്തുകളെ വേണ്ട നിലയിൽ വിശദീകരിക്കാനോ വിഭജിക്കാനോ മുതിരാത്ത വേദ അധ്യാപകരും ദൈവദാസന്മാരും ഇന്ന് കാണിക്കുന്ന ഏറ്റവും വികലമായ ഒരു കാര്യമാണ് ഈ വാക്യം ഇപ്പോഴാവർത്തിക്കുന്നത്. യോഹന്നാൻ അത് പറയാൻ കാരണം കർത്താവായ യേശുക്രിസ്തു അവതാരമായി വരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് ശേഷം, കാൽവറി മരണത്തിന് ശേഷം എത്രയും വേഗം വീശുമുറും കയ്യിൽ പിടിച്ചുകൊണ്ട് അന്ത്യകാല കൊയ്ത്തിനായിട്ട് കർത്താവായ യേശുക്രിസ്തു വരുന്നു, ദൈവരാജ്യത്തിൻ്റെ ശക്തിയോട്. അപ്പം യോഹന്നാൻ പ്രസംഗിക്കുന്ന ആ തലമുറ ദൈവരാജ്യം കാണാൻ പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിൽക്കുന്നവരിലുണ്ട്. അപ്പം യോഹന്നാൻ പ്രസംഗിക്കുന്ന, യോഹന്നാന്റെ സന്ദേശം കേൾക്കുന്ന ആ തലമുറ കാണാൻ പോകുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവവും സംഭവവുമാണ് ദൈവരാജ്യത്തിൻ്റെ ആഗമനം. അത് ആ തലമുറയിൽ തന്നെ സംഭവിച്ചു. ദൈവരാജ്യം ശക്തിയോടെ കടന്നു വന്നു. ഇത് മനസ്സിലാക്കാത്ത ക്രൈസ്തവ പ്രഭാഷകർ ഇന്നും തെരുക്കോണുകളിൽ നിന്ന്, പരസ്യയോഗങ്ങളിൽ, കൺവെൻഷൻ വേദികളിൽ ഒരു കൂസലുമില്ലാതെ വിളിച്ചു പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരം. തിരുവെഴുത്തുകളെ ഇങ്ങനെ നിങ്ങൾ വികലമായിട്ട് കാണരുത്. ദൈവത്തിൻ്റെ വചനം കുറച്ചും കൂടെ ആധികാരികമായി, സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി അതിൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ പശ്ചാത്തലവും അത് ആരോട് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കാൻ ദൈവദാസന്മാർക്ക് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യം ഇനി വരാൻ പോകുകയല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അന്ന് യോഹന്നാൻ പറഞ്ഞ രാജ്യം അതിൻ്റെ ശക്തിയോടെ വെളിപ്പെട്ട് കഴിഞ്ഞു. നാം അവൻ്റെ രാജ്യത്തിലാണ്. ഇരുളിൻ്റെ അധികാരത്തിൽ ദൈവം നമ്മെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു. അതിനാൽ നാം ആ രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്ന, ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണെന്ന വലിയ ബോധ്യത്തോടെ, ഉത്തരവാദിത്വത്തോടെ ഈ ഭൗതിക ലോകത്ത് എന്തൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ദൈവമഹിമയ്ക്കായി ചെയ്യാൻ സർവശക്തിയുള്ള കർത്താവ് ഏവർക്കും ഇടവരുത്തട്ടെ. അടുത്തൊരു വാക്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ. ആമേൻ.